ഇന്ത്യ പാക് സംഘർഷം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തുവെന്നും സൈന്യത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടു എന്നുമാണ് സൂചനകൾ വരുന്നത്. അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഷംഷദ് മിർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇപ്പോൾ ഉള്ളത് എന്നുള്ള ചോദ്യം വ്യാപകമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ തടവിലാണ്. അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തടവിലിട്ടിരിക്കുന്നു. ആ തടവിൽ നിന്ന് ഈ സംഘർഷ സമയത്ത് മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയരുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സൈനിക ഉരസലിന് എന്തുകൊണ്ട് പാകിസ്ഥാൻ തയ്യാറായി? അത് തുടരുമോ? ഏതെങ്കിലും അദൃശ്യമായ കരങ്ങൾ അവർക്ക് കരുത്തു പകരുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചതോടുകൂടിയാണ് ഈ പോരാട്ടം കൂടുതൽ രൂക്ഷമായത്, കൂടുതൽ വിപുലമായത്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ പോലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു പോരാട്ടം വ്യാപകമാകാതിരിക്കാനും വിപുലമാകാതിരിക്കാനും ഞങ്ങൾ സംയമനം കാട്ടി എന്നാണ് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ അവകാശപ്പെട്ടത്. പക്ഷേ വ്യോമസേനാ താവളങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിയതോടെ പാകിസ്ഥാൻ പുതിയൊരു പോരാട്ടമുഖം തുറന്നു എന്നുള്ളതാണ്. ആക്രമണങ്ങളെ സൈനികമായി തന്നെ ഇന്ത്യ നേരിടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വ്യോമമാർഗമുള്ള ആകാശമാർഗമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളും ഡ്രോണുകളും തകർത്തു എന്നാണ് സൈനിക കേന്ദ്രങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ലഹോർ താവളത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പാകിസ്ഥാന്റെ പ്രകോപനത്തിനുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് തകർത്തു എന്നും ഇന്ത്യ അറിയിക്കുകയുണ്ടായി. ഇതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ട് എങ്കിൽ തന്നെയും ഇന്ത്യയുമായിട്ട് സൈനികമായ ഒരു ഉരസൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള വലിയ ആലോചനകളും മറ്റും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് നേരത്തെ വലിയ രീതിയിലുള്ള സഹായം കിട്ടിയിരുന്നത് അഫ്ഗാനിസ്ഥാൻ വഴിയായിരുന്നു. ഇപ്പോൾ ആ സഹായം കിട്ടുന്നില്ല. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് വലിയ രീതിയിലുള്ള സൈനിക സമ്മർദ്ദം പാകിസ്ഥാൻ നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താലിബാന്റെ അധീനതയിലുള്ള, താലിബാന് പരമാധികാരമുള്ള അഫ്ഗാനിസ്ഥാനാണ്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു കാലത്ത് പാകിസ്ഥാന്റെ വിധേയമായിരുന്ന, പാകിസ്ഥാന് വേണ്ടി അടിമപ്പണിയെടുത്തു എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള താലിബാന് പാകിസ്ഥാൻ മാത്രമാണ് അന്ന് ലോകത്ത് ഒരു സൗഹൃദ സ്ഥാനത്തുണ്ടായിരുന്നത്. അക്കാലത്ത് അഫ്ഗാന്റെ അതിർത്തിയിൽ പാകിസ്ഥാന് കാര്യമായിട്ടുള്ള സൈനിക സാന്നിധ്യം പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. 2021 ആയപ്പോൾ കാബൂളിൽ തിരിച്ചെത്തിയത് വേറെ ഒരു തരത്തിലുള്ള താലിബാനാണ്. പരിഷ്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പുതിയൊരു താലിബാനാണ് അവിടെ രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ പഴയ പാക് താലിബാൻ സംഘങ്ങൾ അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് ഭീകരരെ കടത്തിവിടുന്നു എന്നുള്ള താലിബാന്റെ പ്രധാനപ്പെട്ട ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയെ തുടർന്നുള്ള വലിയ സംഘർഷാവസ്ഥയൊക്കെ തടയാൻ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ നിർബന്ധിതമായിരിക്കുന്നു. 2021 മുൻപ് അർദ്ധ സൈനിക വിഭാഗങ്ങളായിട്ടുള്ള ഫ്രോണ്ടിയർ കോർ, അതേപോലെ പാക് റേഞ്ചേഴ്സും അവരൊക്കെ കാവൽ നിന്നിരുന്ന അഫ്ഗാന്റെ അതിർത്തിയിൽ ഇപ്പോൾ സൈനികരാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ അകത്തുള്ള ആഭ്യന്തര സംഘർഷത്തിന് പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയപ്പെടുന്ന ബലൂജികൾ, അവരുയർത്തുന്ന സുരക്ഷാ വെല്ലുവിളി. അപ്പോൾ ഒരേ സമയം ഇന്ത്യയെ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ആ ആക്രമണങ്ങളെ പരിപൂർണമായിട്ടും ഇന്ത്യ തടയുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ അകത്തേക്ക് കയറിയിട്ട് പ്രത്യാക്രമണം അതിശക്തമായിട്ട് നടത്തുന്നു ഒരു ഭാഗത്ത്. അതിൽ ശ്രദ്ധ അർപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈനികർക്കും പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ബലൂജികളെ, അവരുയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെ എതിരിടാനും
ശ്രമിക്കേണ്ടി വരുന്നു. അപ്പോൾ വലിപ്പം കൊണ്ട് ഏറ്റവും വലുതും സാമ്പത്തികവുമായും വികസനപരമായിട്ടും പിന്നാക്കം നിൽക്കുന്നതുമായിട്ടുള്ള പാകിസ്ഥാനിലെ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബലൂചിസ്ഥാൻ വലിയ ഒരു സ്വന്തം മണ്ണിലെ തന്നെ കരടായിട്ട്, സ്വന്തം മണ്ണിലെ തന്നെ അസ്വസ്ഥതയായിട്ട് പാകിസ്ഥാൻ മാറുന്നു. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമായ ഉയരങ്ങളിലേക്ക് പാകിസ്ഥാനെ നയിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ധാതു സമ്പത്തുണ്ട്, അതിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്. മറ്റ് പ്രവിശ്യകളുടെ വികസനത്തിനും വിദേശികൾക്ക് ഖനനം ചെയ്യാനുമൊക്കെ ആ പ്രദേശങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയാണ് പാക് ഭരണകൂടം. അങ്ങനെ വലിയ ധാതു സമ്പത്ത് നിറഞ്ഞ ബലൂചിസ്ഥാനെ വികസനത്തിന് വേണ്ടി എന്നുള്ള വ്യാജേന വിദേശികൾക്ക് ഖനനം ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന പോരാളികളുടെ ഒരു പ്രതിച്ഛായയാണ് ഈ ബലൂചിസ്ഥാനിലെ ബലൂചി സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന സംഘർഷങ്ങളെ ഈ യുദ്ധകാലത്ത് എന്നുള്ളത് ഉദ്ധരണിക്കകത്ത് ഉപയോഗിച്ചാണ് ഞാൻ പറയുന്നത്, എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ ചണ്ഡീഗഡിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജമ്മു സർവകലാശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായ വാർത്ത സർവകലാശാലകളെ അടക്കം പാകിസ്ഥാൻ ഉന്നം വയ്ക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള സൂചനകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്.